ഹലോ നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത് ജാവാസ്ക്രിപ്റ്റ് ഒബ്ജക്റ്റ് ഗെറ്റ് ഓൺ പ്രോപ്പർട്ടി ഡിസ്ക്രിപ്റ്റർ എന്ന മെത്തേഡിനെ കുറിച്ചാണ്. ഈ മെത്തേഡ് ഉപയോഗിക്കുന്നത് ഒരു പ്രോപ്പർട്ടിയുടെ മുഴുവൻ വിവരങ്ങളും അന്വേഷിക്കാനും അത് റിട്ടേൺ ചെയ്ത് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാനും വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്കൊരു എക്സാമ്പിൾ ചെയ്തു നോക്കാം. സാധാരണ നമ്മൾ ചെയ്യുന്ന രൂപത്തിൽ തന്നെ സ്ക്രിപ്റ്റ് എന്ന് എഴുതി അതിനുശേഷം നമ്മളിവിടെ ഒരു കോൺസ്റ്റ് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാണ്. ഒബ്ജക്റ്റിൻ്റെ പേര് ഞാൻ ഒബ്ജക്റ്റ് 1 എന്ന് ചേർത്ത് കൊടുത്തു. ഈക്വൽ ടു ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ ഒരു പ്രോപ്പർട്ടി ചേർത്ത് കൊടുത്തു. അപ്പോൾ പ്രോപ്പർട്ടി *1 ഇട്ടത് പ്രോപ്പർട്ടി 1 എത്രയാണോ നമുക്കിതിൻ്റെ വാല്യൂ വേണ്ടത് അത് ചേർത്ത് കൊടുത്തു. ഇതേ രൂപത്തിൽ തന്നെ നമുക്ക് രണ്ടാമതൊരു കോൺസ്റ്റൻറ്റ് ഒബ്ജക്റ്റ് കൂടി ക്രിയേറ്റ് ചെയ്യാം. കോൺസ്റ്റൻറ്റ് ഒബ്ജക്റ്റ് 2 എന്ന് ചേർത്ത് കൊടുത്തു. ഈക്വൽ ടു ബ്രാക്കറ്റ് പ്രോപ്പർട്ടി ഇവിടെ വന്ന് 2 എന്ന് ചേർത്ത് കൊടുത്തു. ഇതിൻ്റെ വാല്യൂ നമ്മളിവിടെ വന്ന് 34 ആണ് ചേർത്ത് കൊടുക്കുന്നത്. ചോയ്സാണ്, ഏത് വാല്യൂ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഓക്കെ, ഇനിയാണ് നമ്മളിവിടെ വന്ന് നമ്മളുടെ ഈ മെത്തേഡിനെ കുറിച്ച് ഈ അടുത്ത ലൈനിലാണ് നമ്മളതിനെ നോക്കുന്നത്. അപ്പോൾ ഇവിടെ വന്ന് കോൺസ്റ്റ് ഇട്ടതിന് ശേഷം നമുക്കിവിടെ വന്ന് ഡിസ്ക് ഒരു പേര് കൊടുത്തു, ഡിസ്ക്രിപ്ഷൻ 1 എന്ന് ചേർത്ത് കൊടുത്തു. ഈക്വൽ ടു ഒബ്ജക്റ്റ് ഡോട്ട് ഗെറ്റ് അവൺ പ്രോപ്പർട്ടി ഡിസ്ക്രിപ്റ്റർ എന്ന് എഴുതിയതിന് ശേഷം ആദ്യം തന്നെ നമ്മൾ ഒബ്ജക്റ്റിൻ്റെ പേരെന്താണോ അത് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം സിംഗിൾ കൊട്ടേഷൻ്റെ ഉള്ളിൽ നമുക്കിവിടെ വന്ന് പ്രോപ്പർട്ടി 1 എന്നും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇവിടെ വന്ന് സ്റ്റേറ്റ്മെൻറ്റ് ക്ലോസ് ചെയ്യുക. അപ്പോൾ ഒന്നാമത്തതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഇവിടെ ഡിസ്പ്ലേ ചെയ്യും. ഇതേ രൂപത്തിൽ തന്നെ രണ്ടാമത്തതിനും നമുക്കിവിടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ കോൺസ്റ്റ് ഡിസ്ക്രിപ്ഷൻ 2 എന്ന് ചേർത്ത് കൊടുക്കുക. ഈക്വൽ ടു എന്നിട്ട് ഇവിടെ വന്ന് ഒബ്ജക്റ്റ് ഡോട്ട് ഗെറ്റ് അവൺ ഡിസ്ക്രിപ്റ്റർ എന്നിട്ട് അതിന് ശേഷം നമ്മളിവിടെ വന്ന് ഒബ്ജക്റ്റ് 2 എന്ന് ചേർത്ത് കൊടുക്കുക. കോമ ഇവിടെ വന്ന് നമ്മൾ രണ്ടാമത്തെ പ്രോപ്പർട്ടീസിൻ്റെ പേര് കൂടി ചേർത്ത് കൊടുക്കുക. പ്രോപ്പർട്ടി 2 എന്നും ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ വന്ന് സ്റ്റേറ്റ്മെൻറ്റ് വെച്ച് ക്ലോസ് ചെയ്യിപ്പിക്കുക. ഓക്കെ, ഇനി നമുക്കിത് ഇവിടെ വന്ന് ഓരോന്നും നമുക്ക് ഇതിനെ കൺസോള് ഇത് എമ്യൂറബിൾ ആണോ അല്ലയോ എന്ന് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കണം. അപ്പോൾ നമ്മളിവിടെ വന്ന് കൺസോൾ ഡോട്ട് ലോഗ് എന്നിട്ട് ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ നമ്മളിവിടെ ചേർത്ത് കൊടുക്കുക. ആദ്യം തന്നെ നമ്മൾ ഡിസ്ക്രിപ്ഷൻ്റെ പേര് ചേർത്ത് കൊടുക്കുക, ഡിസ്ക്രിപ്ഷൻ 1. എന്നിട്ട് ഇതിന് എമ്യൂറബിൾ ആണോ എന്ന് ചേർത്ത് കൊടുക്കാൻ ഇവിടെ വന്ന് എമ്യൂറബിൾ എന്ന് ചേർത്ത് കൊടുത്ത് കോമേറ്റ് സെമിക്കോളം വെച്ച് ക്ലോസ് ചെയ്യുക. ഇതേ രൂപത്തിൽ തന്നെ രണ്ടാമത്തതും കൺസോൾ ഡോട്ട് ലോഗ് ഡോട്ട് ഡിസ്ക്രിപ്ഷൻ 2 ഡോട്ട് എന്യൂറബിൾ എന്ന് ചേർത്ത് കൊടുത്തു. അപ്പോൾ രണ്ട് ഒബ്ജക്റ്റും എന്യൂറബിൾ ആണോ അല്ലയോ എന്ന് നമുക്ക് ഇവിടെ വന്ന് ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചു തരും. അതേ രൂപത്തിൽ തന്നെ നമുക്കിവിടെ വന്ന് കൺസോൾ ഡോട്ട് ലോഗ് ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ഡിസ്ക്രിപ്ഷൻ 1 ഡോട്ട് വാല്യൂ, അതിൻ്റെ വാല്യൂ എന്താണോ അത് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാൻ വേണ്ടിയാണ് ഇത് കൊടുക്കുന്നത്. അതേപോലെ തന്നെ രണ്ടാമത്തതിനും നമുക്ക് ഇതേ രൂപത്തിൽ തന്നെ ചേർത്ത് കൊടുക്കാം, ഡിസ്ക്രിപ്ഷൻ 2 ഡോട്ട് വാല്യൂ. അപ്പോൾ രണ്ടാമത്തതിൻ്റെ വാല്യൂ എന്താണോ അത് നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് വരും. അപ്പോൾ നമുക്കിതൊന്ന് റണ്ണ് ചെയ്യിപ്പിച്ച് നോക്കാം. അപ്പോൾ നമുക്ക് റണ്ണ് ചെയ്യിക്കുമ്പോൾ ഇതിലൊരു എറർ ഉണ്ട്. 11ാമത്തെ ലൈനിലാണ് എറർ. അപ്പോൾ എന്താണ് എറർ എന്ന് നോക്കാം. ഓക്കെ, ഇതിൻ്റെ ലൈന് 11ാമത്തെ ലൈൻ. ഇവിടെ പ്രോപ്പർട്ടി എന്ന് എഴുതിയെടുത്ത് y ഇടാത്തതുകൊണ്ടാണ്. അപ്പോൾ അതിനെ നമുക്ക് രണ്ടും ഒന്ന് കറക്റ്റ് ചെയ്യാം. എന്നിട്ട് നമുക്കിതൊന്നുകൂടി റണ്ണ് ചെയ്യിപ്പിച്ച് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്കിതിൽ കൺസോളിലായിട്ട് ഡിസ്പ്ലേ ചെയ്ത് വരും. ആദ്യത്തതും രണ്ടാമത്തതും ഇത് എമ്യൂറബിൾ ആണോ എന്നുള്ളിടത്ത് നമുക്ക് ട്രൂവും അതിൻ്റെ വാല്യൂ എന്നുള്ളത് നമുക്കിവിടെ വന്ന് 42 അതേപോലെ തന്നെ 34 എന്ന രൂപത്തിലും നമുക്കിവിടെ വന്ന് ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചു തരും. ഓക്കെ, ഇതേ രൂപത്തിൽ തന്നെ നമുക്ക് രണ്ടാമത്തെ ഒരു എക്സാമ്പിൾ കൂടി ചെയ്ത് നോക്കാം. സാധാരണ നമ്മൾ ചെയ്യുന്ന രൂപത്തിൽ തന്നെ സ്ക്രിപ്റ്റ് എന്ന് എഴുതിയതിന് ശേഷം ഇവിടെ വന്ന് ഒരു കോൺസ്റ്റൻ്റ് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ കോൺസ്റ്റ് എന്ന് എഴുതിയതിന് ശേഷം നമുക്കിവിടെ വന്ന് ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഒബ്ജക്റ്റ് എന്ന് ചേർത്ത് കൊടുത്തു. ഈക്വൽ ടു എന്നിട്ട് ഇവിടെ വന്ന് ചേർത്ത് കൊടുക്കുക പ്രോപ്പർട്ടി. ഇതിന് ഒരു പ്രോപ്പർട്ടി ഇവിടെ ക്രിയേറ്റ് ചെയ്യാണ്. പ്രോപ്പർട്ടി 1 അതിന് വാല്യൂ എന്താണോ അത് നമ്മളിവിടെ ചേർത്ത് കൊടുക്കണം. ഇതിന് നമ്മൾ വാല്യൂ ആയിട്ട് ചേർത്ത് കൊടുക്കുന്നത് 42 എന്നാണ്. അതിനുശേഷം നമുക്കിവിടെ ചെയ്യുന്ന ഡിസ്ക്രിപ്ഷൻ നമുക്കിവിടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ കോൺസ്റ്റൻറ്റ് എന്നിട്ടതിന് ശേഷം ഒരു ഡിസ്ക് എന്ന് ചേർത്ത് കൊടുത്തു. ഈക്വൽ ടു
Object.getOwnPropertyDescriptor എന്ന് ചേർത്ത് കൊടുത്തു. ഇനി നമ്മുടെ ഒബ്ജക്റ്റിൻ്റെ പേരെന്താണോ അത് നമ്മൾ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ കൊടുത്ത പ്രോപ്പർട്ടീൻ്റെ പേരെന്താണോ അതും നമ്മളിവിടെ ചേർത്ത് കൊടുത്തു. പ്രോപ്പർട്ടി ചേർത്ത് കൊടുത്തു, സെമിക്കോളം വെച്ച് ക്ലോസ് ചെയ്തു. ഇനി ഇതിൻ്റെ ഉള്ളിലത്തെ വാല്യൂസ് നമുക്ക് ഏതൊക്കെ രൂപത്തിലാണോ എന്ന് പ്രിൻ്റ് ചെയ്യിപ്പിക്കാം. അപ്പോൾ നമ്മൾ console.log ഇട്ടതിന് ശേഷം നമ്മൾ ഡിസ്ക്രിപ്ഷൻ്റെ പേര് ഡിസ്ക് എന്ന് എഴുതി. എന്നിട്ട് ആദ്യം തന്നെ ഇത് കോൺഫിഗറബിൾ ആണോ, അതായത് നമുക്കിതിൽ കോൺഫിഗർ ചെയ്യാൻ പറ്റുമോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാനാണ് കോൺഫിഗറബിൾ ഉപയോഗിക്കുന്നത്. അത് ചേർത്ത് കൊടുത്തു. ഇനി രണ്ടാമത് console.log അടുത്തത് നമ്മൾ ഡിസ്ക്രിപ്ഷൻ്റെ പേര് ഡിസ്ക് എന്ന് എഴുതി. ഇത് എന്യൂറബിൾ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ വേണ്ടി .enurable എന്ന് ചേർത്ത് കൊടുത്തു. അതിനുശേഷം നമ്മളിവിടെ വന്ന് console.log എന്നിട്ട് ഇതിൻ്റെ വാല്യൂ എന്താണോ അതും നമുക്ക് പ്രിൻ്റ് ചെയ്യിപ്പിക്കണം. അപ്പോൾ നമുക്കിവിടെ വന്ന് വാല്യൂ എന്നും ചേർത്ത് കൊടുക്കുക. ഓക്കെ, നമുക്കിതൊന്ന് റണ്ണ് ചെയ്യിപ്പിച്ച് നോക്കാം. അപ്പോൾ ഇത് റണ്ണ് ചെയ്യിക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിലെ വാല്യൂ എന്താണോ അതും നമുക്കിവിടെ വന്ന് ഡിസ്പ്ലേ ചെയ്ത് വരും. ആദ്യം തന്നെ ഇത് കോൺഫിഗറബിൾ ആണോ എന്നുള്ളിടത്ത് നമുക്ക് ട്രൂ എന്ന് തന്നിട്ടുണ്ടാവും. അതേപോലെ തന്നെ ഇത് എന്യൂറബിൾ ആണോ എന്നുള്ളതും നമുക്കിവിടെ വന്ന് ട്രൂ തന്നിട്ടുണ്ടാവും. മൂന്നാമത് ഇതിൻ്റെ വാല്യൂ എന്താണോ അതും നമുക്കിവിടെ തന്നിട്ടുണ്ടാവും. ഇനി ഇതിൻ്റെ കൂടെ തന്നെ നമുക്കിത് റൈറ്റബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് console.log ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ കൊടുത്ത ഡിസ്ക്രിപ്ഷൻ്റെ പേര് ഡിസ്ക് എന്ന് എഴുതിയതിന് ശേഷം റൈറ്റബിൾ എന്ന് ചേർത്ത് കൊടുത്താൽ ഇത് റൈറ്റബിൾ ആണോ അല്ലയോ എന്ന് കൂടി നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്ത് വരും. ഇതിപ്പോൾ റൈറ്റബിൾ ആണെന്നുള്ളതിന് നമുക്കിവിടെ ട്രൂ എന്നും ഡിസ്പ്ലേ ചെയ്ത് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.